റൊട്ടേറ്റർ കഫിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഈ റൊട്ടേറ്റർ കഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലെ ഷോൾഡർ ജോയിന്റിന്റെ മുകളിലായിട്ട് നമ്മുടെ കൈയിനെ പൊക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന സഹായിക്കുന്ന 4 ഗ്രൂപ്പ് ഓഫ് മസിൽസിന്റെ ഒരു വലിയൊരു ഇത് കെട്ടാണ്. അപ്പം അതിൽ നമ്മുടെ റൊട്ടേറ്റർ കഫിന്റെ ചില ഇഞ്ചുറീസിലാവാം. ചെറുപ്പക്കാർക്ക് ചിലപ്പോൾ കൈകുത്തി വീഴുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും ഈ റൊട്ടേറ്റർ കഫ് ഈ എല്ലിൽ നിന്ന് ചിലപ്പോൾ വിട്ടുമാറിയേക്കാം. കുറച്ച് മുതിർന്ന ആൾക്കാരിൽ ഇതില്ലെങ്കിൽ പോലും ഡീജനറേഷൻ കാരണം, തേയ്മാനം കാരണം ചിലപ്പോൾ അതങ്ങ് വിട്ടുപോകാം. അപ്പോൾ ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൈയിനെ പൊക്കാൻ ഹെൽപ്പ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട മസിൽ ഗ്രൂപ്പാണ് റൊട്ടേറ്റർ കഫ്. അപ്പോൾ എന്തായിരിക്കും ബുദ്ധിമുട്ട്? എന്തായിരിക്കും നമ്മൾ കൈ പൊക്കാനുള്ള ബുദ്ധിമുട്ട്? തുടക്കത്തിൽ പൊക്കാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ പക്ഷേ ഫോഴ്സ് വെച്ച് പതുക്കെ പൊക്കാൻ പറ്റും. പക്ഷെ എന്നാലും തുടക്കുമ്പോഴുള്ള ഒരു കഴപ്പ്, ആ ഒരു ബുദ്ധിമുട്ട്, പതുക്കെ കയ്യിലോട്ട് ഇറങ്ങി വരുന്ന ആ ഒരു പ്രശ്നം, പ്രത്യേകിച്ച് രാത്രി. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു ലക്ഷണം വെച്ചിട്ട് ഒരു പേഷ്യൻ്റ് നമ്മുടെ ഓർത്തോപ്പിയിലോട്ട് വരുമ്പോൾ ആ റൊട്ടേറ്റർ കഫ് ഇഞ്ചറി ആണെന്ന് നമുക്കൊരു സംശയം തോന്നിയേക്കാം. അപ്പം നമ്മൾ ആദ്യം ഒരു എക്സ്റേ എടുത്ത് നോക്കാം. എക്സ്റേയിൽ ചെറിയ ക്ലൂസ് ഒക്കെ കിട്ടും. പക്ഷേ ഡെഫിനറ്റീവായിട്ട് നമ്മളത് ഡയഗ്നോസ് ചെയ്യുന്നത് MRI വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റൊട്ടേറ്റർ കഫ് മെയിൻലി സുപ്രാസ്പൈനറ്റസ് എന്ന മസിൽ ഇവിടെ നിന്ന് വിട്ടുമാറിയിട്ടുണ്ടോ, എത്രത്തോളം വിട്ടുമാറിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇൻ കേസ് വിട്ടുമാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ മസിലിനെ തിരിച്ച് പൊസിഷനിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ അതിനെ വച്ച് പിടിപ്പിക്കണം എല്ലിലോട്ട്. അതിനാണ് ആർത്രോസ്കോപ്പിക് റൊട്ടേറ്റർ കഫ് റിപ്പയർ എന്ന് നമ്മൾ പറയുന്നത്. കീഹോൾ വഴി ചെയ്യാം, മിനി ഓപ്പൺ ചെറുതായിട്ട് നമ്മൾ തുറന്നിട്ട് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഇപ്പം നൂതന ചികിത്സാ രീതികൾ വെച്ചിട്ട് ആർത്രോസ്കോപ്പി അല്ലെങ്കിൽ കീഹോൾ ട്രീറ്റ്മെൻറ്റ് വളരെ ഫലപ്രദമാണ്. അങ്ങനെ തന്നെ നമുക്ക് തിരിച്ച് പിടിപ്പിക്കാം. ഇപ്പോൾ സ്യൂച്ചർ ആങ്കർ, പ്രത്യേകിച്ച് വളരെ കട്ടിയുള്ള നൂല് സ്ക്രൂവും വെച്ചിട്ട് സ്ക്രൂ നമ്മുടെ എല്ലോട്ട് വെച്ച് പിടിപ്പിക്കുകയും ഈ റൊട്ടേറ്റർ കഫിലോട്ട് തുന്നി നമുക്ക് ആ പൊസിഷനിലേക്ക് തിരിച്ച് ഹോൾഡ് ചെയ്ത് വെച്ച് റീഅറ്റാച്ച് ചെയ്യാൻ സാധിക്കും. അതാണ് ഈ റൊട്ടേറ്റർ കഫ് റിപ്പയർ. പക്ഷേ ഇതിന് ശേഷം നമ്മൾ ഈ സർജറി എന്ന് പറഞ്ഞാൽ ഒരു 50% ആയിട്ടുള്ളൂ. ബാക്കി 50% എന്ന് പറയുന്ന ഈ ഫിസിയോതെറാപ്പിയാണ്. നമ്മൾ അതിനുശേഷമുള്ള എക്സസൈസസ് വളരെ പ്രധാനമാണ്. അപ്പോൾ സമയം വെച്ച് 0 to 6 weeks, 6 weeks to 12 weeks, അങ്ങനെ പതുക്കെ നമ്മൾ ഗ്രാജുവലി ഈ ഫിസിയോതെറാപ്പി ചെയ്ത് ഇത് ബലപ്പെടുത്തി എടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ വളരെ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സർജറിയാണ് റൊട്ടേറ്റർ കഫ് ഇഞ്ചുറി. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഒരു വീഴ്ച കഴിഞ്ഞിട്ട് കൈ പൊക്കാനുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു 50 വയസ്സ് കഴിഞ്ഞിട്ടും കൈ പൊക്കാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും അനുഭവപ്പെടുകയാണെങ്കിൽ ഉടനെ ഒരു ഓർത്തോപെഡിക് സർജനെ സമീപിക്കുക. റൊട്ടേറ്റർ കഫ് ഇഞ്ചുറി ആണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെതായ ഒരു സർജറി അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിയിലൂടെ നമുക്കത് ട്രീറ്റ് ചെയ്ത് ഭേദപ്പെടുത്തുവാൻ സാധിക്കും.